പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മലയാളിയുടെയും ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് നാട്ടിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ തങ്ങളെ കാണാനായി എത്തുന്ന നിമിഷങ്ങളാണ്. തൊഴിൽ തിരക്കുകൾക്കിടയിൽ കുടുംബാംഗങ്ങളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ കൂടെയിരുത്തി ഒരു കപ്പ് ചായ കുടിക്കാനും അവരെ തങ്ങൾ ജോലി ചെയ്യുന്ന നഗരം മുഴുവൻ ചുറ്റിക്കാണിക്കാനും ആഗ്രഹിക്കാത്ത പ്രവാസികൾ ഉണ്ടാകില്ല. ഇത്തരത്തിൽ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ യുഎയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവാസികൾക്കുമായി വമ്പൻ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദുബായ് ഭരണകൂടം. ദുബായ് എക്കോണമി ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പുതുതായി തുടക്കം കുറിച്ച എ ദുബായ് ഇൻവൈറ്റ് എന്ന പദ്ധതിയിലൂടെ പ്രവാസികൾക്ക് ഏകദേശം 3000 ദിർഹം, അതായത് 68,000-ലധികം ഇന്ത്യൻ രൂപ മൂല്യമുള്ള ആകർഷകമായ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നത്. ഒരു നഗരത്തിന്റെ ടൂറിസം വളർച്ചയിൽ അവിടെ വസിക്കുന്ന വിദേശികളുടെ പങ്കിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ദുബായ് ഭരണകൂടം ഈ വേറിട്ട ക്യാമ്പയിന് രൂപം നൽകിയിരിക്കുന്നത്. ഇനി എന്താണ് എ ദുബായ് ഇൻവൈറ്റ് പദ്ധതി എന്ന് നോക്കാം. സാധാരണയായി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ വൻ പരസ്യ പ്രചാരണങ്ങളാണ് നഗരങ്ങൾ നടത്താറുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ട് നിന്നുകൊണ്ട് ദുബായിൽ താമസിക്കുന്ന പ്രവാസികളെ തന്നെ നഗരത്തിന്റെ അംബാസഡർമാരാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത്. ദുബായിൽ ജീവിക്കുന്ന പ്രവാസികൾക്ക് ഇവിടെയുള്ള കാഴ്ചകളെക്കുറിച്ചും ആതിഥേയത്വത്തെക്കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ട്. സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രവാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുമ്പോൾ അത് കൂടുതൽ വിശ്വസനീയമാകുന്നുണ്ട്. 2026 ജൂലൈ 20 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലയളവിൽ വിസിറ്റ് വിസയിലോ വിസ ഓൺ അറൈവലിലോ ദുബായിലേക്ക് എത്തുന്ന ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴി നാമനിർദ്ദേശം ചെയ്യുന്ന പ്രവാസികൾക്കാണ് ഈ ഓഫറുകൾ ലഭിക്കുക. ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അതിഥികൾ നഗരത്തിലെത്തുന്നതോടെ ക്ഷണിച്ച പ്രവാസിക്ക് റിവാർഡ് പാക്കേജുകൾ ഇമെയിൽ വഴി ലഭിക്കും. ലഭിക്കുന്ന 3000 ദിർഹത്തിന്റെ ഓഫർ ഒരു തുകയായി കയ്യിൽ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് ദുബായിലെ ആഡംബര ഹോട്ടലുകളിലെ താമസം, മികച്ച റെസ്റ്റോറൻറ്റുകളിലെ ഭക്ഷണം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ, യാത്രകൾക്കുള്ള ഡിസ്കൗണ്ടുകൾ എന്നിവയാണ് പ്രവാസികൾക്ക് നൽകുന്നത്. ദുബായ് മീന സയാഹി, വെസ്റ്റിൻ ദുബായ്, ലീ മെറിഡിയൻ, മെലിയ ഡെസേർട്ട് പാം, IHG ഹോട്ടലുകൾ തുടങ്ങിയ പ്രമുഖ ആഡംബര ഹോട്ടൽ ഗ്രൂപ്പുകളിൽ മികച്ച ഇളവുകൾ ഇതിലൂടെ ലഭ്യമാകും. കൂടാതെ IMG വേൾഡ് ഓഫ് അഡ്വഞ്ചർ, അക്വാവെഞ്ചർ വാട്ടർ പാർക്ക് തുടങ്ങിയ വൻകിട തീം പാർക്കുകളിലേക്കും റിസോർട്ടുകളിലേക്കുമുള്ള ആകർഷകമായ കിഴിവുകളും കരീം, ഹല ടാക്സി സർവീസുകളുടെ ട്രാവൽ ആനുകൂല്യങ്ങളും ഈ പാക്കേജിന്റെ ഭാഗമാണ്. ഈ റിവാർഡുകൾ 2026 ഡിസംബർ 31 വരെ പ്രവാസികൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് UAE-യിൽ ഏറ്റവും കൂടുതൽ പ്രവാസി ജനസംഖ്യയുള്ളത് മലയാളികളാണ്. നാട്ടിൽ നിന്നും മാതാപിതാക്കളെയോ ഭാര്യയോ മക്കളെയോ അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരെയോ ദുബായ് കാണിക്കാൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. എന്നാൽ വിസിറ്റ് വിസ എടുക്കുന്നതിന്റെ ചെലവ്, ഹോട്ടൽ താമസത്തിന്റെ തുക, പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിന്റെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കയറുമ്പോഴുമാകുന്ന വൻ തുകകൾ പലപ്പോഴും സാധാരണക്കാരായ പ്രവാസികളെ പിന്നോട്ട് വലിക്കാറുണ്ട്. എന്നാൽ ഈ പുതിയ പദ്ധതി മലയാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമാണ്. നാട്ടിൽ നിന്നും ആളുകളെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ താമസ വിനോദ ചെലവുകളിൽ വലിയൊരു തുക കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും. പ്രത്യേകിച്ച് വേനൽക്കാലത്തോ വരാനിരിക്കുന്ന ഉത്സവ സീസണുകളിലോ കുടുംബത്തെ ഒപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്ന മലയാളി കുടുംബങ്ങൾക്ക് ഈ റിവാർഡുകൾ വലിയൊരളവിൽ സാമ്പത്തിക ലാഭമുണ്ടാക്കും. കൂടാതെ തങ്ങൾ അധ്വാനിക്കുന്ന ഈ സ്വപ്ന നഗരം സ്വന്തം കുടുംബത്തിന് കുറഞ്ഞ ചെലവിൽ കാണിച്ചു കൊടുക്കാനുള്ള സുവർണ അവസരം കൂടിയാണിത്. ഒരു എമിറേറ്റ്സ് ഐഡിയുള്ള 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു UAE താമസക്കാരനും ഇതിൽ പങ്കാളികളാകാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം: ദുബായ് ടൂറിസത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നാട്ടിൽ നിന്നും വരുന്ന അതിഥികളുടെ വിവരങ്ങളും, അതായത് സന്ദർശന തീയതി ഉൾപ്പെടെ നൽകി രജിസ്റ്റർ ചെയ്യുക. ഒരേ സമയത്ത് 5 പേരെ വരെ ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യാം. സെപ്റ്റംബർ 30 വരെയാണ് രജിസ്ട്രേഷനുള്ള സമയം. നിങ്ങളുടെ അതിഥി ഒക്ടോബർ 31-നകം ദുബായിലെത്തിയാൽ അധികൃതർ അത് ഓട്ടോമാറ്റിക്കായി പരിശോധിച്ച് റിവാർഡ് ഇമെയിലിൽ അയച്ചു തരും. ബോർഡിംഗ് പാസോ വിസ വിവരങ്ങളോ പിന്നീട് അപ്ലോഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു പ്രവാസിക്ക് പരമാവധി 3 റിവാർഡ് പാക്കേജുകൾ വരെ ഇത്തരത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം: വിസയോ ഫ്ലൈറ്റ് ടിക്കറ്റോ ദുബായ് സർക്കാരിന്റെ വകയായി സൗജന്യമായി ലഭിക്കില്ല. അത് സന്ദർശകർ തന്നെ എടുക്കേണ്ടതാണ്. പക്ഷേ അവർ ദുബായിൽ എത്തിയ ശേഷം ചെലവാകുന്ന തുകയിൽ വലിയൊരു തുക ലാഭിക്കാൻ പ്രവാസികൾക്ക് ഈ 3000 ദിർഹത്തിന്റെ ഓഫറുകൾ വഴി സാധിക്കും. ചുരുക്കത്തിൽ പ്രവാസികളുടെ അതിഥികളെ നഗരത്തിന്റെ അതിഥികളായി സ്വീകരിക്കുകയാണ് ദുബായ്. ഒരു വശത്ത് ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുമ്പോൾ മറുവശത്ത് പ്രവാസികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കാവുന്ന നിമിഷങ്ങൾ കൂടുതൽ മനോഹരവും ലാഭകരവുമാക്കാൻ ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ ദുബായിലേക്ക് ക്ഷണിക്കാൻ പദ്ധതി ഇട്ടിരുന്നുവെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയം ഇത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.